ചെന്നൈ സൂപ്പർ കിങ്സ് എല്ലാവർക്കും കൊട്ടാനുള്ള ഒരു ചെണ്ട. പ്രത്യേകിച്ച് ഈ 15 വയസ്സ് 20 വയസ്സായിട്ടുള്ള പിള്ളേർക്ക്. രാജസ്ഥാൻ റോയൽസിന്റെ ഒപ്പമുള്ള കളിയില് വൈഭവ് സൂര്യവംശി ആയിരുന്നു, ഇതില് പ്രിയാൻഷ് ആര്യ. എടേ ഇവന്മാര് വീഡിയോ ഗെയിം ഒന്നല്ല, ഞങ്ങൾ 5 വട്ടം ചാമ്പ്യൻസ് ആണ്. കുറച്ച് റെസ്പെക്ട് ഒക്കെ താട്. ചെണ്ടയെ കൊട്ടിന പോലെയാണ് എല്ലാം കൂടി വന്ന് കൊട്ടിയിട്ട് പോണത്. അതിന്റെ ഇടയിൽ ജയറാമേട്ടന്റെ വക ഉണ്ടായിരുന്നു. ചെണ്ട ആയോണ്ടാണോ എന്ന് അറിയില്ല. തോറ്റു, വീണ്ടും തോറ്റു. മറ്റേ പോലെ നക്കിയ തോൽവി ആയിരുന്നില്ല, എന്നാലും തോറ്റു. ഒരു ഹൈവേ പോലത്തെ ഒരു പിച്ച് കിട്ടിയിട്ട് കാണിച്ചു വെച്ചിരിക്കുന്ന കാണണം. എസ്പെഷ്യലി ഓപ്പണേഴ്സ് രണ്ടുപേരെ എടുത്ത് പറയണം. എസ്പെഷ്യലി സഞ്ജു സാംസൺ സേട്ടൻ മറ്റേ കോടീശ്വരനെ പോലെയാണ്. ദേ പോയി ദാ വന്നു. ആ ഒരു 7 ബോൾ ഫേസിങ്. അണ്ണൻ ഏറ്റവും വലിയ തല ഫാനാണ്. ഇതിലും വലിയ എക്സാമ്പിൾ വേണം. ആദ്യത്തെ കളി 7 ബോളിൽ ഫേസ് ചെയ്തിട്ട് എത്ര 6 റണ്ണോ. രണ്ടാമത്തെ കളി 7 ബോളിൽ 7 റൺ. തല ഫോർ എ റീസൺ. അയ്യോ, എനിക്കുള്ള 7 ബോൾ ഫേസ് ചെയ്യുമ്പോഴേക്കും സഞ്ജു സാംസനെ ചായ കുടിക്കാൻ മുട്ടും തോന്നുന്നു. വേഗം ഔട്ടായി പോയി ചായ കുടിക്കും. എന്നാ ഒരു ടീ സ്റ്റാൾ ഗ്രൗണ്ടിൽ തുടങ്ങിയാലോ. എടേ ഇതിപ്പോ ആര് വന്നിട്ട് പവർ പ്ലേയിൽ അടിക്കാനാണ്? 2 ഓപ്പണേഴ്സിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. വേറൊരു അണ്ണനുണ്ട്, ഋതുരാജ്. അണ്ണൻ ടെസ്റ്റ് ആണ് കളിക്കുക. 25 ബോളിൽ 20 റൺ, 25 ബോളിൽ 28 റൺ. പിന്നെ ആരടിക്കും പറഞ്ഞിട്ടാണ്? ആ പാവൻ ചെറുക്കൻ ആയുഷ് മാത്രേ, ആ പയ്യൻ മാത്രം നിന്ന് അടിച്ചു. എന്നാ അപ്പുറത്തവൻ ഒന്ന് സഹായിക്കുക. ഈ മറ്റേ സഹായിക്കാനുള്ള നോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടി മറ്റവനെ പ്രഷർ കയറ്റി കൊടുക്കുക. അതല്ല, ഇങ്ങനത്തെ ഒരു വിക്കറ്റില് പഞ്ചാബിന്റെ ഓപ്പണേഴ്സ് കാണിക്കുന്ന കാണാം. ആ പ്രിയാൻഷ് ആര്യക്ക് 9 ബോളിൽ 33 പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി തോക്കുന്നു.